അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ട റോസ്റ്റാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങുന്നതിന് വേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് മുട്ട മുങ്ങി നിൽക്കവേ വെള്ളമൊഴിച്ച് മൂടിയതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ വരുത്തിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കി പ്രഷർ പോയതിന് ശേഷം മുട്ടയെടുത്ത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. തണയുന്നതിന് വേണ്ടി തണഞ്ഞതിന് ശേഷം നമുക്ക് മുട്ടയുടെ തോട് പൊളിച്ചെടുക്കാം. പിന്നീട് മസാലകൾ മുട്ടയിന്മേൽ പിടിക്കുന്നതിന് വേണ്ടി മുട്ട നമുക്ക് ഇങ്ങനെ വരിഞ്ഞെടുക്കാവുന്നതാണ്. കത്തി ഉപയോഗിച്ചിട്ട് 4 മുട്ടയും ഇങ്ങനെ വരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നീട് 3 സവാളയും അരിഞ്ഞെടുത്തത് അതിലേക്കിടുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സവാള എടുക്കാവുന്നതാണ്. പിന്നീട് ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഒന്ന് വഴന്നു വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളിയുടെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം. ഇനി നമുക്ക് അതിന് വേണ്ട മസാലകൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിന് ആവശ്യമായ ഞാനിവിടെ 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ഒരു കഷ്ണം തക്കാളി ചെറുതായി അരിഞ്ഞത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് നമുക്ക് മൂടി വെച്ച് ഒരു 2 സെക്കൻഡ് തക്കാളി വേവിച്ചെടുക്കാം. മൂടി തുറന്നതിന് ശേഷം നന്നായി ഇളക്കി, ഇപ്പോഴൊക്കെ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടാണൊക്കെ ഞാൻ ചെയ്യുന്നത്. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അത് നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ചുടുവെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വരിഞ്ഞു വെച്ച മുട്ട അതിലേക്കിട്ട് മസാലകൾ മുട്ടയുടെ മേലേക്ക് ഒന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ വെക്കാം. മുട്ടയിൽ മസാലകൾ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. മുട്ടയിന്മേൽ ഇപ്പോൾ മസാലകളൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി.
നല്ല രുചിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തി, ഇടിയപ്പം, അപ്പം എന്നിവയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്.